എൻ്റെ ഈ വീഡിയോകൾ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ യുഗാന്ത്യ കാലഘട്ടത്തിലെ ഒരു വലിയ പ്രതിസന്ധിയാണ് ഈശോയുടെ രണ്ടാം വരവിനെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മനുഷ്യരുടെ വലിയൊരു പ്രതിസന്ധിയാണ് വിവിധ തരത്തിലുള്ള ഈ പ്രവചനങ്ങൾ. നമുക്കറിയാം, ഇഷ്ടംപോലെ പ്രവചനങ്ങൾ ഈ നാളുകളിൽ നടക്കുന്നുണ്ട്, അല്ലെ, പലരും പ്രവചിക്കുന്നുണ്ട്. ഈ പ്രവചനങ്ങളെ ഒരു ക്രിസ്തു ശിഷ്യൻ എങ്ങനെയാണ് കാണേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണമെന്ന് മൊത്തത്തിലൊരു ആശയക്കുഴപ്പമുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ബുക്ക് ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ ബുക്ക്, ആ ബുക്കിനകത്ത് പറയുന്ന ഒരു മുദ്രയുണ്ട്, സീൽ ഓഫ് ദി ലിവിങ് ഗോഡ് എന്ന് പറഞ്ഞ ഒരു മുദ്ര. ഞാൻ ഇതിനെക്കുറിച്ച് കേൾക്കുന്നത് 2016 എന്നോട് എൻ്റെ ഒരു സുഹൃത്താണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ അദ്ദേഹം ആ ബുക്കിൻ്റെ ഒരു കോപ്പി എനിക്ക് PDF ആയിട്ട് തന്നു. ഞാൻ കുറേയൊക്കെ വായിച്ചു. പിന്നെ അങ്ങേര് കുറേ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാനിതെല്ലാം കേട്ടിരുന്നു. ഞാൻ ഒന്നിനെയും നിഷേധിക്കാൻ പോയില്ല. പിന്നീട് ഞാൻ ഈ ബുക്കിനെ വിലയിരുത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആനുകാലിക സംഭവങ്ങളുമായിട്ട് ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചു. അപ്പോൾ അതിനകത്ത് പല കാര്യങ്ങളുമായിട്ട് ഞാൻ നോക്കുമ്പോൾ പലതിനും ഈ പറഞ്ഞ ബുക്ക് ഓഫ് ട്രൂത്തിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾക്കും ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന സീൽ ഓഫ് ദി ലിവിങ് ഗോഡ് എന്ന് പറഞ്ഞ മുദ്രയ്ക്കും പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ആ സീൽ ഓഫ് ലിവിങ് ഗോഡ് എന്ന മുദ്ര ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹം എനിക്ക് തന്നു. അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെയല്ല, ഈ കഴിഞ്ഞ മാസം ഈ എൻ്റെ വേറൊരു സുഹൃത്ത്, അദ്ദേഹം ഇങ്ങനെയൊക്കെ, അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയാമെന്നല്ലാതെ ഇത്തരത്തിലുള്ള യുഗാന്ത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പുറകെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഒന്നിനെയും നിഷേധിക്കാറില്ല, ഒന്നിനെയും. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഇദ്ദേഹത്തിന് യാദൃശ്ചികമായിട്ട് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഈ സീൽ ഓഫ് ലിവിങ് ഗോഡിൻ്റെ ആ ഒരു മുദ്ര അദ്ദേഹത്തിന് എങ്ങോ പോയപ്പം കുറേ ബുക്കുകളും പഴയ കുറേ ഫയലുകളും എല്ലാം കൂടെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. ഇദ്ദേഹം കുറച്ചൊക്കെ വർക്കുകളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ പഴയ ഫയലുകളുടെ ഇടയിൽ നിന്ന് ഈ മുദ്ര ഇദ്ദേഹത്തിന് കിട്ടി. അത് വലിയൊരു പിക്ചറായിരുന്നു. ഈ ലിവിങ് ഗോഡിൻ്റെ സീൽ ഓഫ് ലിവിങ് ഗോഡിൻ്റെ വലിയൊരു പിക്ചറായിരുന്നു. അദ്ദേഹത്തിന് അത് കിട്ടി. പക്ഷേ ഈ ഫയലൊക്കെ മുഴുവൻ നനഞ്ഞൊക്കെയാണ് ഇരുന്നത്. നനഞ്ഞ് അപ്പടി വെറ്റായി ഇങ്ങനെ കീറിപ്പോകുന്ന ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഉണങ്ങാനായിട്ട് ഇദ്ദേഹം ഇതെല്ലാം നിരത്തി വെച്ചു, വെയിലത്ത് നിരത്തി വെച്ചു ഈ ഫയലുകളെല്ലാം. അപ്പോൾ ഈ ഇദ്ദേഹം ഇങ്ങനെ നിരത്തി വെയിലത്ത് വെച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ യാദൃശ്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്നത്. അപ്പോൾ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, താങ്കൾക്ക് ഇവിടെ നിന്നാണ് ഈ മുദ്ര കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അദ്ദേഹം എന്നോട് ചോദിച്ചു, മുദ്രയോ, എന്ത് മുദ്ര? ഇതാണ് ലിവിങ് ഗോഡ് മുദ്ര എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എന്ത് തന്നെയാണെങ്കിലും എനിക്കിതൊന്നും മനസ്സിലായില്ല. അദ്ദേഹം പറയുകയാണ്, എനിക്ക് എന്താണെന്നൊന്നും മനസ്സിലായില്ല, പക്ഷേ എന്തോ ഒരു പ്രത്യേകത എനിക്ക് തോന്നി, എന്താണെന്നൊന്ന് വായിക്കാം എന്നൊക്കെ കരുതിയിട്ട് ഞാനിതൊന്ന് ഉണക്കി എടുത്ത് വെക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് സീൽ ഓഫ് ലിവിങ് ഗോഡ് എന്ന് പറഞ്ഞ മുദ്രയാണ്, യുഗാന്ത്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മുദ്രയാണ്, ബുക്ക് ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞ ബുക്കിൽ പറയുന്ന മുദ്രയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. ഇതിൻ്റെ വേറൊരു വശമുണ്ട്. ഈ ഞാൻ ബെനഡിക്റ്റ് മാർപ്പാപ്പയെ ഞാൻ കാണുന്ന ഒരു അസാധാരണ വ്യക്തിത്വമായിട്ട് തന്നെയാണ്. അപ്പോൾ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇതുപോലെ തന്നെ ഈ വർഷങ്ങൾക്ക് മുമ്പ് ബെനഡിക്റ്റ് മാർപ്പാപ്പയുടെ ഒരു ചിത്രം യാദൃശ്ചികമായിട്ട് ഇദ്ദേഹത്തിന് ഇതുപോലെ തന്നെ ഒരു വേറെ കുറേ ഫയലുകളുടെ ഇടയിൽ നിന്ന് വേറൊരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് കിട്ടി. അപ്പോൾ ഈ ബെനഡിക്റ്റ് മാർപ്പാപ്പയുടെ ഈ പിക്ചർ കിട്ടിയപ്പോൾ ഇദ്ദേഹത്തിന് എന്തോ ഭയങ്കര ഒരു ആകർഷണം അതിനോട് തോന്നി, ഈ പിക്ചറിനോട് തോന്നി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതായാലും മാർപ്പാപ്പയല്ലേ എന്നും പറഞ്ഞ്, മാർപ്പാപ്പയുടെ പടമല്ലേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അത് ഫ്രെയിം ചെയ്ത് വീട്ടിൽ സൂക്ഷിച്ചു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. ഈശോ ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്ന മനുഷ്യർക്ക് ഇങ്ങനെ ഈശോ
അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇങ്ങനെ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ യുഗാന്ത്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സന്ദേശങ്ങളുടെ സ്വീകാര്യത നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും പറ്റും. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ രണ്ട് സംഭവം എനിക്ക് കൂടുതൽ ഒന്നും കൂടെ എന്നെ സ്വാധീനിച്ചു. കാരണം ഇത് അദ്ദേഹം ഏത് തരത്തിലുള്ള വ്യക്തിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് ഇതൊന്നും അത്ര നിസ്സാര കാര്യങ്ങളല്ല എന്ന് ഞാൻ ഒന്നും കൂടെ ഉറപ്പിച്ചത്. തന്നെയല്ല, ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട യുഗാന്ത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഈശോയെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പ്രവചനങ്ങൾ ആര് പറഞ്ഞാലും, പ്രത്യേകിച്ച് ഈശോയിൽ വിശ്വസിക്കുന്ന ആര് യുഗാന്ത്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രവചനങ്ങളോ സന്ദേശങ്ങളോ പറഞ്ഞാലും അതിനെ നമ്മൾ ആക്ഷേപിക്കുകയോ അവരെ നമ്മൾ പുച്ഛിക്കുകയോ ഇങ്ങനെ വില കുറഞ്ഞ് കാണുകയൊന്നും ചെയ്യരുത്. കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത് ഈശോയെ നിന്ദിക്കുന്നതിന് തുല്യമായിട്ടുള്ളൊരു പരിപാടിയാണത്. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആര് പ്രത്യേകിച്ച് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിലുള്ള ഒത്തിരി പേര് ഇങ്ങനെ യുഗാന്ത്യവുമായിട്ട് ബന്ധപ്പെട്ട പലതരം സന്ദേശങ്ങൾ ഇപ്പോൾ ഇഷ്ടംപോലെ സംസാരിക്കാറുണ്ട്. അപ്പം ഞാനിതൊക്കെ ഒന്ന് കേൾക്കും, ശ്രദ്ധിച്ചൊക്കെ ഒന്ന് കേൾക്കും. എന്നിട്ട് ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പ്രകൃതിയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും എന്താണ്, ഈ സന്ദേശമായിട്ട് എന്തെങ്കിലും ബന്ധമൊക്കെ ഉണ്ടോ എന്ന് ഞാൻ നന്നായിട്ട് ആലോചിക്കും. എന്നിട്ടാണ് ഞാൻ ഇതിനെയൊക്കെ വിലയിരുത്തുന്നത്. എന്ന് കരുതി ഞാൻ ഒരിക്കലും ഇതിനെ നിഷേധിക്കുമോ അല്ലെങ്കിൽ മോശമെന്ന് പറയുമോ തള്ളിപ്പറയോ ഒന്നും ചെയ്യല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴുതയിലൂടെ ദൈവം സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കഴുതയെ കൊണ്ട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. ബാലാമിൻ്റെ കഴുത എന്നൊക്കെ പറഞ്ഞ് പഴയ നിയമത്തിൽ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ വിശുദ്ധന്മാരൊന്നും ആയിരിക്കുകയല്ല പ്രവചനങ്ങൾ പറയുന്നത്. അല്ലെങ്കിൽ ദൈവത്തിന്, ഈ ബെനഡിക്റ്റ് മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ്, ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് വിശുദ്ധൻ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ട്. അല്ലെങ്കിൽ അത് എൻ്റെ ജീവിതത്തിലും വളരെ ഇത് തോന്നിയിട്ടുണ്ട്. കാരണം ഈ വളരെ സമൂഹത്തിന് മുമ്പ് വളരെ മോശക്കാരൻ അല്ലെങ്കിൽ മദ്യപാനി എന്നൊക്കെ പറയുന്ന മനുഷ്യർ ചിലപ്പോൾ എന്നോട് എൻ്റെ ഈ ആദ്യകാലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, വളരെ സ്നേഹത്തോടെ അവർ പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനെയൊന്നും പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അന്നൊക്കെ ഞാൻ വിചാരിച്ചു ഇയാൾക്ക് കള്ളിൻ്റെ പുറത്ത് പറയുന്നതെന്നുള്ള ധാരണയാണ്. പക്ഷേ പിന്നീട് ജീവിതത്തിൽ എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്, അത് കാര്യം അദ്ദേഹം കള്ളുകൂടിയനായിരുന്നെങ്കിലും ആ നിമിഷം സംസാരിച്ചത് ദൈവത്തിൻ്റെ ഒരു ആത്മാവാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളീ പറയുന്ന പണ്ഡിതന്മാർ അല്ലെങ്കിൽ നമ്മളീ പറയുന്ന വലിയ വലിയ മനുഷ്യർ, ആരെയും നമ്മൾ പുച്ഛിക്കണ്ട, ആരും പറയുന്ന അമിത പ്രാധാന്യം കൊടുക്കുകയും വേണ്ട. ഇതിനാണ് ഞാൻ പറഞ്ഞത്, ദൈവിക ജ്ഞാനം കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാലഘട്ടത്തെ അതിജീവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓരോ പ്രതിസന്ധിയും നമുക്ക് വലിയ തകരാറ് സംഭവിക്കാതെ, നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് വലിയ പാളിച്ചയൊന്നും പറ്റാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിന് ദൈവിക ജ്ഞാനം വേണം. ഈ ദൈവിക ജ്ഞാനം കിട്ടണമെങ്കിൽ നിരന്തരം ദൈവവചനം വായിക്കുക തന്നെ വേണം. അപ്പോഴേ നമുക്കിതൊക്കെ മനസ്സിലാവുള്ളൂ. പിന്നെ ഈ മുദ്ര, അതുപോലെ തന്നെ മൃഗത്തിൻ്റെ സംഖ്യ എന്നൊക്കെ പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം, ഈശോ എല്ലാ കാര്യങ്ങളും എല്ലാ കാലത്തും എല്ലാവരോടും പറയുന്നില്ല. മിന്നൽ പിണർ പോലെ എന്നൊരു പ്രയോഗം ബൈബിളിലുണ്ട്. അങ്ങനെ ഒരു വരവായിരിക്കും മിക്ക സംഭവങ്ങളും സംഭവിക്കുന്നത്. ഇപ്പോൾ കൊറോണ വന്നു, ഒരു മിന്നൽ പിണർ പോലെയാണ് വന്നത്. അതായത് എല്ലാം അടച്ചു പൂട്ടിക്കുമെന്ന് പറഞ്ഞ് ആ സെക്കൻഡിൽ എല്ലാം അടച്ചു പൂട്ടി. ആരും അറിഞ്ഞില്ല, അല്ലെങ്കിൽ ആരോടും പറഞ്ഞില്ല. ഈ ലോകം മുഴുവൻ ഒരു അടച്ചുപൂട്ടൽ ഉണ്ടാകുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അത് സത്യത്തിൽ ഈ 2025 ശേഷമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ എൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറം അതിനേക്കാൾ നേരത്തെ തന്നെ കൊറോണ എന്ന മഹാമാരിയുടെ രൂപത്തിൽ അടച്ചുപൂട്ടൽ വന്നു, അല്ലെങ്കിൽ വീടിന് പുറത്തിറങ്ങാൻ മേലാത്ത പോലത്തെ അവസ്ഥ വന്നു.
അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ഈശോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സദാ ജാഗരൂകരായിരിക്കും എന്നൊക്കെ പറയുന്നതിൻ്റെയൊക്കെ പിന്നിലെ കാര്യവും പൊരുളൊക്കെ ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇനി അല്ലെങ്കിൽ ഈ ലോകത്തിൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് എന്ന് ആരോടും ഈശോ അങ്ങനെ നേരത്തെ പറയണമെന്ന് സമയം പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ അതെങ്ങനെയായിരിക്കുമെന്നും വ്യക്തമായിട്ട് പറയണമെന്നും നിർബന്ധമില്ല. കാരണം ഈശോ അതുകൊണ്ടാണ് പറഞ്ഞത് സദാ ജാഗരൂകരായിരിക്കുവിൻ. ഈ 10 കന്യകമാരുടെ ഉപമയൊക്കെ അതാണ് ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എനിക്ക് നിത്യജീവൻ വേണമെങ്കിൽ ഞാൻ ഉണർന്നിരിക്കണം, ഞാൻ ഈശോയോടൊപ്പം ആയിരിക്കണം, എങ്കിൽ മാത്രമേ എനിക്ക് നിത്യജീവൻ ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവർ പറയുമ്പോൾ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത് അലസതയും മഠയത്വവുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ മുദ്രയെക്കുറിച്ചൊക്കെ, അല്ലെങ്കിൽ ഈ ചിപ്പ് എന്നൊക്കെ പറയുന്ന സംഭവം, അത് ഒന്നിനെ നിഷേധിക്കാൻ നമുക്ക് പറ്റുകയില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ എല്ലാം കേൾക്കുക, ശ്രദ്ധിക്കുക, സ്വയം വിലയിരുത്തുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈശോ നമ്മളെ അത് വേണ്ട രീതിയിൽ നമ്മളെ നയിക്കും. എനിക്ക് പല അനുഭവങ്ങളുണ്ട്. ഞാൻ മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന അന്ന് എന്നെ ഈശോ എൻ്റെ വീടിൻ്റെ പരിസരത്ത് നിന്ന് എന്നെ മാറ്റിയതും, പിന്നെ അങ്ങനെ പല പല അനുഭവങ്ങൾ എനിക്കുണ്ട്. അതൊന്നും മുന്നറിയിപ്പില്ലാതെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുക, ഈശോയോടൊപ്പം ആയിരിക്കുക. അതാണ് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തെ നമുക്ക് അഭിമുഖീകരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം.